മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ പറ്റിയാണ്. നമുക്കറിയാം ഓർഡിനറി ലൈറ്റ് മൈക്രോസ്കോപ്പും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും. ഓർഡിനറി ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി ലൈറ്റ് ഉപയോഗിച്ച് നമ്മുടെ ഇലൂമിനേഷൻ മൈക്രോസ്കോപ്പിൽ നിന്നും ഫാർ ബെറ്റർ മാഗ്നിഫിക്കേഷൻ കിട്ടുന്ന ബാക്ടീരിയയുടെയൊക്കെ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ വൈറസിനെ പറ്റിയും ഒക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള സ്ട്രക്ചേഴ്സ് വരെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇലക്ട്രോൺസ് ആണ് അവിടെ, ഇലക്ട്രോൺ ബീമാണ് നമ്മളവിടെ. മറ്റിടത്ത് ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഇലക്ട്രോൺസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നെല്ലാം നമുക്കൊന്ന് നോക്കാം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ എന്തുവാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. An electron microscope is a microscope that uses a beam of accelerated electrons as a source of illumination. നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ നമ്മൾ ലൈറ്റ് സോഴ്സ് ഓഫ് ഇലൂമിനേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നതിന് പകരം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് യൂസസ് എ ബീം ഓഫ് ആക്സിലറേറ്റഡ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് ആണ് നമ്മൾ ഇലൂമിനേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് ഹാവിംഗ് ഹൈ റെസല്യൂഷൻ ഓഫ് ഇമേജസ് ഏബിൾ ടു മാഗ്നിഫൈ ഓബ്ജക്ട്സ് ഇൻ നാനോമീറ്റർ. നമ്മൾ ബാക്ടീരിയ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ നമ്മൾ നോക്കുമ്പോൾ മൈക്രോമീറ്റർ സൈസിലാണ് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുന്നത്. പക്ഷേ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആകുമ്പോൾ അങ്ങനെയല്ല. മൈക്രോമീറ്റർ മീൻസ് 10⁻⁻6 മീറ്റർ ആണ്. നാനോമീറ്റർ മീൻസ് 10⁻⁻9 മീറ്റർ ആണ്. അപ്പം ഓർത്തോണം എത്രമാത്രം മൈന്യൂട്ട് ആയിട്ടുള്ള ഇതിനെ വരെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അത്ര ഹൈ റെസല്യൂഷൻ ആണ്. ഇറ്റ് ഈസ് ഹാവിംഗ് ഹൈ റെസല്യൂഷൻ ഓഫ് ഇമേജസ് ആൻഡ് ഇറ്റ് ഈസ് ഏബിൾ ടു മാഗ്നിഫൈ ദിസ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഹെൽപ്പ് ടു മാഗ്നിഫൈ ദ ഓബ്ജക്ട്സ് ഇൻ നാനോമീറ്റേഴ്സ് which are formed by controlled use of electrons in a vacuum. ഇലക്ട്രോൺസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു വാക്വത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്യാപ്ചേർഡ് ഓൺ എ ഫോസ്ഫോറസെന്റ് സ്ക്രീൻ ആൻഡ് ദ ഇമേജ് ഈസ് ക്യാപ്ചേർഡ് ഓൺ എ ഫോസ്ഫോറസെന്റ് സ്ക്രീൻ. ഇനി ഇതിൻ്റെ ഡിസ്കവറിയിലേക്ക് നമുക്ക് നോക്കാം. ആരാ ഇത് ഡിസ്കവർ ചെയ്തത്? ഏണസ്റ്റ് റസ്ക. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച ആളുടെ പേരാണ് ഏണസ്റ്റ് റസ്ക. ഇൻ 1906 അദ്ദേഹത്തിൻ്റെ പീരീഡ് 1906 to 1988 ആണ്. ആൻഡ് ഹി വാസ് എ ജർമ്മൻ എഞ്ചിനീയർ ആൻഡ് അക്കാഡമിക് പ്രൊഫസർ. And he built the first electron microscope in 1931. Ernst Ruska ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച വർഷം 1931 ആണ്. And the same principle behind his prototype still governed the modern electron microscope. അദ്ദേഹം അന്ന് പറഞ്ഞ അതേ പ്രിൻസിപ്പിളിൽ, അതിൽ നിന്ന് ഒത്തിരിയും അതിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫോം ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ബട്ട് ദ ബേസിക് പ്രിൻസിപ്പിൾ, അദ്ദേഹം ചെയ്ത അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മളിപ്പോഴും ഇതിനകത്ത് ഫോളോ ചെയ്യുന്നത്. ഇത് ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിനെ വ്യൂ ചെയ്യുന്നത്, നമ്മളതിൻ്റെ സ്ക്രീനുണ്ട്, ആ സ്ക്രീനിലാണ് അതിൻ്റെ പിക്ചർ നമ്മൾ വ്യൂ ചെയ്യുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇനി ഇതെന്താണ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. Electron microscope uses signals arising from the interaction of an electron beam with the sample to obtain information about structure, morphology and composition. The electron microscope use signals that arise from the interaction of electron beam and the sample. സാമ്പിളും ഇലക്ട്രോൺ ബീമും തമ്മിൽ ഉണ്ടാകുന്ന അത് തമ്മിൽ ഉള്ള ഇന്ററാക്ഷന്റെ ഫലമായി ഉണ്ടാകുന്ന സിഗ്നൽസ് ആണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദേ ഹെൽപ്പ് ടു സ്റ്റഡി ദിസ് സിഗ്നൽസ്, ദേ ഹെൽപ്പ് ടു സ്റ്റഡി ദ സ്ട്രക്ചർ, മോർഫോളജി ആൻഡ് കോമ്പോസിഷൻ. ദ ഇലക്ട്രോൺ ഗൺ ജനറേറ്റ്സ് ഇലക്ട്രോൺസ്. ഇനിയും ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യണം അവിടെ, അതിന് വേണ്ടിയുള്ളതാണ് ഇലക്ട്രോൺ ഗൺ. ദാറ്റ് ഇലക്ട്രോൺ ഗൺ ജനറേറ്റ്സ് ഇലക്ട്രോൺസ്.
പിന്നെ ഇതിനകത്ത് 2 set of condenser lens ഉണ്ട്. 2 set of condenser lens that focus the electron beam on the specimen and then into a thin tight beam. അപ്പോൾ 2 കണ്ടൻസർ ലെൻസ് ഉണ്ട്. അതിലൊന്ന് ഇലക്ട്രോൺ ബീമിനെ സ്പെസിമെനിലേക്ക് ഫോക്കസ് ചെയ്യും ആൻഡ് പിന്നീട് then into the thin tight beam. To move electrons down the column, an accelerating voltage mostly between 100 kV to 1000 kV is applied between the tungsten filament and anode. ഇനി ഈ ഫോം ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസിനെ ആ വാക്വം കോളത്തിൽ അതിൽ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് to move down ഇതിന് ഹൈ വോൾട്ടേജ് ആവശ്യമാണ്. ആ വോൾട്ടേജ് ദാറ്റ് മോസ്റ്റ്ലി 100 to 1000 kV വോൾട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ ദ ടങ്സ്റ്റൺ ഫിലമെന്റ് ആൻഡ് ദ ആനോഡ്. ആൻഡ് ദ സ്പെസിമെൻ ടു ബി എക്സാമിൻഡ് ഈസ് മെയ്ഡ് എക്സ്ട്രീംലി തിൻ, അറ്റ്ലീസ്റ്റ് 200 times thinner than used in optical microscope. ഇനി നമ്മൾ എടുക്കുന്ന സ്പെസിമെൻ എക്സ്ട്രീംലി തിൻ ആയിട്ടുള്ള സ്പെസിമെൻ ആയിരിക്കണം. നമ്മൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തിക്നെസ്സിനേക്കാളും 200 times തിൻ ആയിട്ടുള്ള സ്പെസിമെൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അത് മൈക്രോടോം ഒക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്ത് വളരെ തിന്നായിട്ടുള്ള സ്പെസിമെൻസ് ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. Ultra thin sections of 20 to 100 nanometer are cut, which is already placed on the specimen holder. The specimen holder il nammal place cheyunu. The electric beam passes through the specimen and the electrons are scattered depending upon the thickness or refractive index of different parts of the specimen. അപ്പോൾ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസ്, ആ ഇലക്ട്രോൺസ് ദാറ്റ് പാസ് ത്രൂ ദ സ്പെസിമെൻ, ഈ സ്പെസിമെനിൽ കൂടെ പാസ് ചെയ്യുന്നതിനനുസരിച്ച് അത് പാസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഇലക്ട്രോൺസ് സ്കാറ്റേർഡ് ആകും. ദാറ്റ് ഇലക്ട്രോൺസ് ആർ സ്കാറ്റേർഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ തിക്നെസ്. അതിൻ്റെ തിക്നെസ് അനുസരിച്ച് ഈ ഇലക്ട്രോൺസ് സ്കാറ്റേർഡ് ആകും. The denser regions in the specimen scatter more electrons and therefore appear darker in the image, since fewer electrons strike that area of the screen. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് സ്പെസിമെൻസ് എക്സ്ട്രീംലി തിൻ ആയിരിക്കണം എന്നുണ്ട്. അങ്ങനെ തിക്നെസ് കൂടി കഴിഞ്ഞാലുള്ള കുഴപ്പം ദ ഡെൻസർ റീജിയൻസ് ഇൻ ദ സ്പെസിമെൻ സ്കാറ്റർ മോർ ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് സ്കാറ്റേർഡ് ആകും എന്ന് പറഞ്ഞു. ഡിപ്പെൻഡിങ് അപ്പോൺ ദ തിക്നെസ് അനുസരിച്ച് അത് സ്കാറ്റേർഡ് ആകും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എക്സ്ട്രീംലി അല്ലെങ്കിൽ ഡെൻസർ റീജിയൻസ് ആണെന്നുണ്ടെങ്കിൽ ദേ സ്കാറ്റർ മോർ ഇലക്ട്രോൺസ് കൂടുതലായി സ്കാറ്ററിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റീജിയൻസ് ഡാർക്കർ ആയിട്ടായിരിക്കും അപ്പിയർ ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഫ്യൂ ഇലക്ട്രോൺസ് സ്ട്രൈക്ക് ദാറ്റ് ഏരിയ ഓഫ് ദ സ്ക്രീനിലേക്ക് കുറച്ച് ഇലക്ട്രോൺസേ സ്ട്രൈക്ക് ചെയ്യത്തുള്ളൂ, ബാക്കി മുഴുവൻ സ്കാറ്റേർഡ് ആയി പോകും. ഇതിന്റെ തിക്നെസ് അപ്പം കൂടുതൽ തിക്നാണെങ്കിൽ കൂടുതൽ ഇലക്ട്രോൺസ് സ്കാറ്റേർഡ് ആകും, കുറച്ച് ഇലക്ട്രോൺസേ ആ സ്ക്രീനിലേക്ക് വന്ന് ഇതാകത്തുള്ളൂ, സ്ട്രൈക്ക് ചെയ്യത്തുള്ളൂ, പതിക്കത്തുള്ളൂ. സോ അപ്പം കൂടുതൽ ഏരിയ അങ്ങനെ വരുമ്പോഴത്തേക്ക് കൂടുതൽ ഏരിയാസ് ഡാർക്കർ ആയി പോകും. അപ്പൊ എപ്പോഴും നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ തിന്നായിട്ടുള്ള സെക്ഷൻസ് ആയിരിക്കണം. In contrast, transparent regions are brighter. The electron beam coming out of the specimen passes to the objective lens, which has high power and forms the intermediate magnified image. The electron beam, specimenil ninnu veruna electron beam adoru objective ലെൻസിലേക്ക് പാസ് ചെയ്യും. അത് ദാറ്റ് ഹൈ പവർ ഉള്ള ഒരു ഒബ്ജക്റ്റീവ് ലെൻസിലേക്ക് പാസ് ചെയ്യും. അങ്ങനെ ഒരു ഇന്റർമീഡിയറ്റ് മാഗ്നിഫൈഡ് ഇമേജ് അവിടെ ഫോം ചെയ്യും. ദ ഓക്കുലാർ ലെൻസ് ദെൻ പ്രൊഡ്യൂസ് ദ ഫൈനൽ ഫർദർ മാഗ്നിഫൈഡ് ഇമേജ്. ഇനി വീണ്ടും ഒരു ലെൻസും കൂടിയുണ്ട്, ഓക്കുലാർ ലെൻസ് ഉണ്ട്. അപ്പം ഈ ഒബ്ജക്റ്റീവ് ലെൻസ് ചെയ്യുന്നത് ഇലക്ട്രോൺ ബീം ഇതിലേക്ക് ഈ സ്കാറ്റർ ചെയ്ത് അല്ലെങ്കിൽ ഇതായിട്ടുള്ള സ്കാറ്റർ ചെയ്യാത്ത ഇലക്ട്രോൺസിനെ സ്പെസിമെനിലേക്ക് ഇത് ചെയ്തിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ഇമേജ് ഫോം ചെയ്യും. അത്
കഴിഞ്ഞ് ഓക്കുലർ ലെൻസ് ആണ് ഫൈനൽ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഏറ്റവും മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് അവിടെ തരുന്നത്. ഇനി രണ്ട് ടൈപ്പിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. രണ്ട് ടൈപ്പുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണുള്ളത്. ദർ ആർ 2 ടൈപ്പ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വിത്ത് ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതാണ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് TEM ആൻഡ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് SEM. അപ്പം ടെമ്മും സെമ്മും രണ്ട് ടൈപ്പിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇതൊരു ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് അതിൻ്റെ വർക്കിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ മുമ്പേ പഠിച്ച വർക്കിംഗ് അതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ്. ഇതിൽ നിന്ന് ചെറിയ ഡിഫറൻസുകൾ രണ്ടെണ്ണത്തിനും വരും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇതാണ് ഇലക്ട്രോൺ സോഴ്സ്. രണ്ട് ടൈപ്പ് കണ്ടൻസർ ലെൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. കണ്ടൻസർ ലെൻസസ് ഇതാണ് കണ്ടൻസർ ലെൻസസ്. ഇത് ഇലക്ട്രോൺ സോഴ്സ് ആണ്. ഇലക്ട്രോൺ സോഴ്സ് ആണ്. രണ്ട് കണ്ടൻസർ ലെൻസസ്, അത് നമ്മൾ പറഞ്ഞിരുന്നു. രണ്ട് കണ്ടൻസർ ലെൻസസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊരു കണ്ടൻസർ അപ്പേർച്ചർ ആണ്. ഇവിടെയാണ് സാമ്പിള്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇവിടേക്ക് വരുന്നു. അവിടെ നിന്ന് സ്കാറ്റേർഡ് ആകാത്ത ഭയങ്കര തിക്കായിട്ടുള്ള സ്പെസിമെൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഇലക്ട്രോൺസ് ഒത്തിരി സ്കാറ്റർ ചെയ്ത് പോകും. കുറച്ച് ഇലക്ട്രോൺസെ സ്പെസിമെനിലേക്ക് സ്ട്രൈക്ക് ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പം വളരെ തിന്നായിട്ടുള്ള സ്പെസിമെൻ ആയിരിക്കും നമ്മൾ ഇവിടെ വെക്കുന്നത്. അതനുസരിച്ച് ഇലക്ട്രോൺസ് ഒബ്ജക്റ്റീവ് ലെൻസിലേക്ക് വരുന്നു. ഒബ്ജക്റ്റീവ് അപ്പേർച്ചർ, സെലക്റ്റഡ് ഏരിയ ഓഫ് അപ്പേർച്ചർ, ഇന്റർമീഡിയറ്റ് ലെൻസ്, അത് കഴിഞ്ഞ് പ്രൊജക്റ്റീവ് ലെൻസ്, അതിലെല്ലാം മാഗ്നിഫൈ ചെയ്തിട്ടുള്ള ഇമേജ് ഈ ഫ്ലോറസെന്റ് സ്ക്രീനിൽ വരുന്നു. ആ സ്ക്രീനിൽ നമ്മൾക്കത് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് അതിൻ്റെ പിക്ചർ. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഈസ് യൂസ്ഡ് ടു വ്യൂ thin specimen through which electrons can pass, generating a projection image. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വളരെ തിന്നായിട്ടുള്ള സ്പെസിമെൻസ് വ്യൂ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ ത്രൂ വിച്ച് ഇലക്ട്രോൺസ് ക്യാൻ പാസ്, ജനറേറ്റിംഗ് എ പ്രൊജക്ഷൻ ഇമേജ്. ഇതിലെ കൂടി ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നു. The TEM is analogous in many ways to the conventional light microscope. Light microscope മായിട്ട് അതിന് ഒത്തിരിയും similarity. The TEM is analogous to many ways to the conventional light microscope. TEM is used among other things to image the interior of the cell. എന്തിനൊക്കെയാണ് TEM നമ്മൾ യൂസ് ചെയ്യുന്നത്? സെൽസിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ മോളിക്യൂൾസ്, പ്രോട്ടീൻസിൻ്റെ സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ TEM ആണ് യൂസ് ചെയ്യുന്നത്. കോൺട്രാസ്റ്റഡ് ബൈ മെറ്റൽ ഷാഡോയിങ് ടെക്നിക്ക് വഴിയാണ് അങ്ങനെ അത് ചെയ്യുന്നത്. ദ ഓർഗനൈസേഷൻ ഓഫ് മോളിക്യൂൾസ് ഇൻ വൈറസസ് ആൻഡ് സൈറ്റോസ്കെലിറ്റൽ ഫിലമെന്റ്സ്, വൈറൽ ഇതെല്ലാം സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പ്രിപ്പയർഡ് ബൈ നെഗറ്റീവ് സ്റ്റെയിനിങ് ടെക്നിക്ക് ഉപയോഗിച്ച് ഇത് ചെയ്തിട്ടാണ് ടെമ്മിൽ വൈറസിൻ്റെ ഇത് സ്റ്റഡി ചെയ്യുന്നത്. ആൻഡ് ദ അറേഞ്ച്മെന്റ് ഓഫ് പ്രോട്ടീൻ മോളിക്യൂൾസ് ഇൻ സെൽ മെംബ്രെയിൻ, പ്രോട്ടീൻ മോളിക്യൂൾസിന് സെൽ മെംബ്രെയിനിൽ ഉള്ള പ്രോട്ടീൻ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെന്റിനെ പറ്റി പഠിക്കാനും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും ഓരോ രീതിയിലാണ്. സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ മോളിക്യൂൾസ് നമ്മൾ ഇത് ചെയ്യുന്നത് മെറ്റൽ ഷാഡോയിങ്, വൈറൽ സ്ട്രക്ചർ ഒക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് സ്റ്റെയിനിങ് ടെക്നിക്ക്, പിന്നെ സെൽ മെംബ്രെയിനിലുള്ള പ്രോട്ടീൻ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഫ്രീസ് ഫ്രാക്ചർ മെത്തേഡ്, അങ്ങനെയുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അടുത്തത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലും മറ്റതുപോലെ തന്നെയാണ്. ഇലക്ട്രോൺ സോഴ്സ്, രണ്ട് കണ്ടൻസർ ലെൻസ് ഉണ്ട്, അപ്പേർച്ചർ ഉണ്ട്. ഇവിടെ ഒരു സ്കാനിങ് കോയിൽ കാണും. അങ്ങനെ സ്കാൻ ചെയ്താണ് ഇവിടേക്ക് വരുന്നത്. ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്, ബാക്ക് സ്കാറ്റേർഡ്. ഇവിടെ പിന്നെ ഇതിൽ നിന്ന് പിന്നെയും ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്ത് പോകും. നോക്കാം നമുക്ക് ഇവിടെ എന്താണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. Conventional scanning electron microscope
depends on the emission of secondary electrons from the surface of the specimen. അതാണ് ഇവിടുത്തെ പ്രത്യേകത. എമിഷൻ ഓഫ് സെക്കൻഡറി ഇലക്ട്രോൺസ്, ഇവിടെ നിന്ന് ഈ സാമ്പിളിൽ നിന്ന് സെക്കൻഡറി ഇലക്ട്രോൺസിന്റെ എമിഷനും ഉണ്ടാകുന്നുണ്ട്. depends on the emission of secondary electrons from the surface of the specimen. സ്പെസിമെന്റെ സർഫസിൽ നിന്ന് സെക്കൻഡറി ഇലക്ട്രോൺസിന്റെ എമിഷനും ഇവിടെ നടക്കുന്നുണ്ട്. Because of its great depth of focus, a scanning electron microscope is the electron microscope analog of a stereo light microscope. Stereo light microscope ആയിട്ട് ഇതിന് അനലോഗ് ആണ്. It provides detailed image. ഇനി സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് SEM നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? It provides detailed image of the surface of the cell and whole organisms that are not possible by TEM. TEM ഉപയോഗിച്ച് നമുക്ക് പഠിക്കാൻ പറ്റാത്ത പലതും നമ്മൾ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ particle counting and size determination and for process control. പിന്നെ നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? പാർട്ടിക്കിൾ കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട്, സൈസ് ഡിറ്റർമിൻ ചെയ്യാൻ. ഇപ്പോൾ വൈറസിൻ്റെ ഒക്കെ സൈസ് പറയണമെന്നുണ്ടെങ്കിൽ, അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ SEM ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫോർ പ്രോസസ് കൺട്രോൾ. It is termed a scanning electron microscope. എന്തുകൊണ്ടാണ് ഇതിനെ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്? Because the image is formed by scanning a focused electron beam onto the surface of the specimen in a razor pattern. ഇവിടെ എന്താ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത്, ഇമേജ് ഈസ് ഫോംഡ് ബൈ സ്കാനിങ് എ ഫോക്കസ്ഡ് ബീം ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺ ബീം, അതിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ ബീമിനെ ഇവിടെ നമുക്ക് ഒരു സ്കാനിങ് കോയിലുണ്ട്. ഇതിലേക്ക് പാസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസിനെ വീണ്ടും സ്കാൻ ചെയ്തിട്ടാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. സ്കാനിങ് എ ഫോക്കസ്ഡ് ഇലക്ട്രോൺ ബീം. ഇലക്ട്രോൺ ബീമിനെ സ്കാൻ ചെയ്തിട്ട് സർഫസിലേക്ക് പതിക്കുന്ന ഇലക്ട്രോൺ ബീമിനെ സ്കാൻ ചെയ്ത് ഇമേജ് ഫോം ചെയ്തു. ആൻഡ് ഇൻ എ റേസർ പാറ്റേൺ, മീൻസ് ഒരു റെക്ടാങ്കുലർ പാറ്റേണിലുള്ള ഇമേജ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അതാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇനി എന്തൊക്കെയാണ് ഒരു ഇലക്ട്രോൺ? അപ്പം അങ്ങനെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇലക്ട്രോൺസ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഡിസ്കവറിയെ പറ്റി നമ്മൾ പറഞ്ഞു. ഏണസ്റ്റ് റസ്ക് ആണ് ഇതിൻ്റെ ഡിസ്കവറി. പിന്നെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? അതിനകത്ത് 2 ടൈപ്പ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ട്, ടെമ്മും സെമ്മും. വാട്ട് ആർ ദ പാർട്സ് ഓഫ് ആൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ടോൾ vacuum column that is vertically mounted. It has the following components. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഒരു ടോൾ വാക്വം കോളമാണ്. നമ്മൾ ആ പടത്തിൽ നമുക്കത് കാണാൻ പറ്റും. ഒരു ടോൾ വാക്വം കോളമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് പാർട്സ് ആണ് ഇനി നമ്മൾ ഓരോന്നും പറയാൻ പോകുന്നത്. ഇലക്ട്രോൺ ഗൺ. ഇലക്ട്രോൺസ് ഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോൺ ഗൺ. The electron gun is a heated tungsten filament which generate electrons. ഇലക്ട്രോൺ ഗൺ എന്ന് പറഞ്ഞാൽ അതൊരു ഹീറ്റഡ് ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ്. അതിൽ നിന്നാണ് ഇലക്ട്രോൺസ് ഫോം ചെയ്യുന്നത്. അതാണ് ഇലക്ട്രോൺസ് ഉണ്ടാക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ്, അടുത്ത അതിൻ്റെ പാർട്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ്. ദ കണ്ടൻസർ ലെൻസ് ഫോക്കസ് ദ ഇലക്ട്രോൺ ബീം ഓൺ ദ സ്പെസിമെൻ. ഇപ്പം ഇലക്ട്രോൺസ് ഫോം ചെയ്യും, ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് ഇലക്ട്രോൺസ് ഫോം ചെയ്യും. ആ ഇലക്ട്രോൺസിനെ സ്പെസിമെനിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ് കണ്ടൻസർ ലെൻസ് എന്ന് പറയുന്നത്. എ സെക്കൻഡ് കണ്ടൻസർ ലെൻസ് forms the electrons into a thin tight beam. ഇപ്പൊ 2 കണ്ടൻസർ ലെൻസ് ഉണ്ട്, നമ്മൾ പടത്തിൽ കണ്ടു. 2 കണ്ടൻസർ ലെൻസ് നമ്മൾ കണ്ടു. ഇനി അതിന് രണ്ടാമത്തെ, ആദ്യത്തെ കണ്ടൻസർ ലെൻസ് എന്താണ് ചെയ്യുന്നത്? അത് ഇലക്ട്രോൺ
ഗണ്ണിൽ നിന്ന് ഫോം ചെയ്യുന്ന ഇലക്ട്രോൺസിനെ സ്പെസിമെനിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നു. രണ്ടാമത്തെ കണ്ടൻസർ ലെൻസ്, അത് ഇലക്ട്രോൺസിനെ ഇറ്റ് ഫോംസ് ദ ഇലക്ട്രോൺസ് ഇൻടു എ തിൻ ടൈറ്റ് ബീം, ഒരു തിൻ ടൈറ്റ് ബീം ആക്കുന്നു. അതാണ് രണ്ടാമത്തെ കണ്ടൻസർ ലെൻസ്. The electron beam coming out of the specimen passes down the second of magnetic coil called objective lens. ഇതിനകത്ത് ലെൻസസ് എല്ലാമാണ് നമ്മൾ പറയുന്നത്. ആദ്യം പറഞ്ഞത് കണ്ടൻസർ ലെൻസിനെ പറ്റി പറഞ്ഞു. കണ്ടൻസർ ലെൻസ് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, അത് രണ്ടിന്റെയും ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി അടുത്തതാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസ് എന്താണ് ചെയ്യുന്നത്? The electron beam, സ്പെസിമെനിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺ ബീംസിനെ that passes down the second of magnetic coil called objective lens, which has high power and forms the intermediate magnified image. Image form ചെയ്യിപ്പിക്കുന്നതാണ് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാ ഫോം ചെയ്യിക്കുന്നത്? സ്പെസിമെനിൽ നിന്ന് വരുന്ന the electrons that come out of the specimen that is passed down, അത് ഒബ്ജക്റ്റീവ് ലെൻസിലേക്ക് വരുന്നു. ആ ഒബ്ജക്റ്റീവ് ലെൻസ് ഒരു ഇന്റർമീഡിയറ്റ് മാഗ്നിഫൈഡ് ഇമേജ് ഫോം ചെയ്യുന്നു. The third set of magnetic lens called projector or ocular lens produce the final further magnified image. അടുത്ത മൂന്നാമത്തെ ടൈപ്പ് ലെൻസ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസ് ആണ് പ്രൊജക്ടർ ലെൻസ് അല്ലെങ്കിൽ ഓക്കുലാർ ലെൻസ് എന്ന് പറയുന്നത്. അത് ഇപ്പം ഓൾറെഡി ഒരു ഇന്റർമീഡിയറ്റ് മാഗ്നിഫൈഡ് ഇമേജ് ഇവിടെ ഫോം ചെയ്തു, ഒബ്ജക്റ്റീവ് ലെൻസ് ഫോം ചെയ്തു. അതിനെ ഒന്നുകൂടി മാഗ്നിഫൈ ചെയ്തിട്ട് ഫൈനൽ ആയിട്ടുള്ള ഇമേജ് ഫോം ചെയ്യിക്കുന്നതാണ് പ്രൊജക്ടർ അല്ലെങ്കിൽ ഓക്കുലാർ ലെൻസ് എന്ന് പറയുന്നത്. Each of these lenses act as an image magnifier and all the while maintaining an incredible level of detail and resolution. ഈ ഓരോ ലെൻസും ഒരു ഇമേജ് ആക്ട് ആസ് ആൻ ഇമേജ് മാഗ്നിഫയർ, ഒരു ഇമേജ് മാഗ്നിഫയർ ആയിട്ടാണ്, നമുക്ക് ഏറ്റവും മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആണ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത്. അങ്ങനെ ഒരു ഇമേജ് മാഗ്നിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നു. അടുത്തത് സ്പെസിമെൻ ഹോൾഡർ. The specimen holder is an extremely thin filament of carbon or collodion held by a metal grid. സ്പെസിമെൻ ഹോൾഡർ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീംലി തിൻ ഫിലിമാണ്, കാർബൺ അല്ലെ കൊളോഡിയോൺ കൊണ്ടുള്ള ഒരു എക്സ്ട്രീംലി തിൻ ഫിലിമാണ്. ദാറ്റ് ഈസ് ഹെൽഡ് ബൈ, അതൊരു മെറ്റൽ ഗ്രിഡ് ആണ് അതിനൊരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ളത്. ഇമേജ് വ്യൂവിംഗ് ആൻഡ് റെക്കോർഡിംഗ് സിസ്റ്റം, ഇമേജ് വ്യൂ ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യാനുമുള്ള സിസ്റ്റം. ദ ഫൈനൽ ഇമേജ് ഈസ് പ്രൊജക്റ്റഡ് ഓൺ എ ഫ്ലൂറസെന്റ് സ്ക്രീൻ. നമ്മളവിടെ ആ പടത്തിൽ നമ്മളൊരു സ്ക്രീൻ കാണുന്നുണ്ട്, അവിടെയാണ് നമ്മൾ ഇമേജ് കാണുന്നത്. അല്ലാതെ നമ്മൾ മറ്റു മൈക്രോസ്കോപ്പിൽ നോക്കുന്നത് പോലെ നമ്മൾ ആ ലെൻസിൽ കൂടെ നമ്മൾ ഇത് കാണുമല്ല. ഇറ്റ് ഈസ് ദ ഇമേജ് ഈസ് വ്യൂഡ് ഓൺ എ സ്ക്രീൻ. ഒരു സ്ക്രീനിലാണ് നമ്മൾ അതിൻ്റെ ഇമേജ് കാണുന്നത്, ഒരു ഫ്ലൂറസെന്റ് സ്ക്രീനിൽ. Below the fluorescent screen is a camera for recording the image. ഇമേജ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫ്ലൂറസെന്റ് സ്ക്രീനിന് താഴെയായിട്ട് ഒരു ക്യാമറയും ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ് വരുന്നത്. ഇനി വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്? എവിടെയൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്? Electron microscopes are used to investigate the ultrastructure of a wide range of biological and inorganic specimens, including microorganisms, cell, large molecule, biopsy sample, metal and crystal. നമുക്ക് ഓർഡിനറി ലൈറ്റ് മൈക്രോസ്കോപ്പിൽ കിട്ടുന്നതിനേക്കാളും അല്ലെങ്കിൽ അതിനേക്കാളും ഫർദർ മാഗ്നിഫൈഡ് ആയിട്ടുള്ള സ്റ്റഡീസ് നടത്താൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ നമുക്ക് ബയോളജിക്കൽ മോളിക്യൂൾസിൻ്റെ, ഇനോർഗാനിക് സ്പെസിമെൻ്റെ, മൈക്രോ ഓർഗാനിസംസ്, ബയോപ്സി, മെറ്റൽ, ക്രിസ്റ്റൽ ഇതെല്ലാം സ്റ്റഡി ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. Industrially, electron microscopes are often used for quality control and failure analysis. Industrial purpose നമുക്ക് യൂസ് ചെയ്യാം. Modern electron microscope produce electron micrograph using specialized digital camera and frame
grabbers to capture the image. Modern electron microscope electron micrograph picture, microorganisms ഇന്റെയൊക്കെ micrograph pictures capture ചെയ്യാനായിട്ട് help ചെയ്യും. The science of microbiology owes its development to the electron microscope. Microbiology ഇത്രയും അധികം ഡെവലപ്പ് ചെയ്തത് തന്നെ after the discovery of electron microscope ആണ്. The study of microorganisms like bacteria, virus and other pathogens have made the treatment of disease very effective. അപ്പോൾ അങ്ങനെ മൈക്രോബയോളജിയുടെ ഫർദർ ഡെവലപ്മെന്റ്സ് എല്ലാം ഉണ്ടായത് ഇതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെ പാത്തോജൻസിനെ പറ്റി സ്റ്റഡി ചെയ്യാനും അങ്ങനെ മൈക്രോ ഓർഗാനിസംസിൻ്റെ സ്റ്റഡി എല്ലാം പറ്റുന്നത് കൊണ്ട് തന്നെ ദാറ്റ് ഹെൽപ്സ് ഇൻ ദ ഡയഗ്നോസിസ് ഓഫ് മെനി ഡിസീസ്. പല ഡിസീസിൻ്റെയും ഏജൻസ് എന്താണ് അതിൻ്റെ സ്റ്റഡിക്കൊക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നു. Then what are the advantage of electron microscope? Very high magnification. മാഗ്നിഫിക്കേഷൻ ഭയങ്കര ഹൈ ആയിട്ടുള്ള മാഗ്നിഫിക്കേഷൻ ആണുള്ളത്, ഹൈ റെസല്യൂഷൻ ആണുള്ളത്. മെറ്റീരിയൽസ് ആർ റെയർലി ഡിസ്റ്റോർട്ടഡ് ബൈ പ്രിപ്പറേഷൻ. അതൊന്നും അങ്ങനെ പിന്നെ ഇതൊന്നും സംഭവിക്കുന്നില്ല, ഡിസ്റ്റോർഷൻ ഒന്നും സംഭവിക്കുന്നില്ല. ഇറ്റ് ഈസ് പോസിബിൾ ടു ഇൻവെസ്റ്റിഗേറ്റ് ഗ്രേറ്റർ ഡെപ്ത് ഓഫ് ഫീൽഡ് ആൻഡ് ഡൈവേഴ്സ് ആപ്ലിക്കേഷൻസ് പല ആപ്ലിക്കേഷൻസ് ആണ് ഇതിനുള്ളത്. ദെൻ ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള? ദ ലൈവ് സ്പെസിമെൻ കനോട്ട് ബി ഒബ്സർവ്ഡ്. ലൈവായിട്ടുള്ള സ്പെസിമെൻ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റില്ല. As the penetration power of the electron beam is very low, the object should be ultra thin. അതാണ് അപ്പം തിക്നെസ് കൂടുന്നതിനനുസരിച്ച് സ്കാറ്ററിങ് കൂടും, ഡാർക്കർ റീജിയൻസ് ആകും എന്ന് നമ്മൾ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പെനിട്രേഷൻ പവർ, ഇലക്ട്രോൺ ബീമിൻ്റെ പെനിട്രേഷൻ പവർ ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രീംലി തിന്നായിട്ടുള്ള, അപ്പോൾ ആ സെക്ഷൻ കട്ടിങ്ങിൽ നമുക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എക്സ്ട്രീംലി തിന്നായിട്ടുള്ള സ്പെസിമെൻസ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഫോർ ദിസ് the specimen is dried and cut into ultra thin, dry ചെയ്ത് ultra thin ആയിട്ടുള്ള സെക്ഷൻസ് വേണം നമുക്ക് യൂസ് ചെയ്യാൻ. As the EM works in a vacuum, the specimen should be completely dry. ഇതൊരു വാക്വത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു, ഒരു വാക്വം ട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രീംലി തിന്നായിരിക്കണം. പിന്നെ എക്സ്പെൻസീവ് ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ. ഇതിന് കൺസ്ട്രക്ട് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, അതൊക്കെ ഭയങ്കരമായ എക്സ്പെൻസീവാണ്. റിക്വയറിങ് റിസർച്ചർ ട്രെയിനിങ്. ഒരു ഓർഡിനറി പേഴ്സണ് ഒരിക്കലും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിന് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്ത് അതിന് ശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇമേജ് ആർട്ടിഫാക്ട്സ് റിസൾട്ടിങ് ഫ്രം സ്പെസിമെൻ, ആർട്ടിഫാക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഇവിടെ കൂടുതലാണ്. ദിസ് ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് ഈസ് ലാർജ്, cumbersome, extremely sensitive to vibration and external magnetic field. ലാർജ് ആയിട്ടുള്ള, നമുക്ക് ക്യാരി ചെയ്ത് ഒന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. ഭയങ്കര ഡിഫിക്കൽട്ടാണ് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. പിന്നെ ഭയങ്കര സെൻസിറ്റീവാണ്. ചെറിയൊരു വൈബ്രേഷനോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡോ ഒക്കെ ഉണ്ടായാൽ ഒക്കെ ഇതിന് ഭയങ്കരമായി ഇത് സംഭവിക്കും. കാരണം ഇത് ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള എക്യുപ്മെൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്. ദെൻ നെക്സ്റ്റ് ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ്. നമ്മൾ ഇമേജിനെ ഫ്ലൂറസ് ചെയ്ത് ഒബ്സർവ് ചെയ്യുന്ന ടൈപ്പ് ഇതാണ് ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. എന്താണ് ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ് എന്ന് നോക്കാം. എ ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ് ഈസ് ആൻ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ദാറ്റ് യൂസ് ഫ്ലൂറസെൻസ് ആൻഡ് ഫോസ്ഫോറസെൻസ് ഇൻസ്റ്റെഡ് ഓഫ് or in addition to reflection and absorption to study the properties of organic or inorganic substance. അപ്പോൾ ഒരു ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. ഫ്ലൂറസെൻസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫോസ്ഫോറസെൻസ് ഉപയോഗിച്ച് എന്നുവെച്ചാൽ ഷോർട്ട് ടേം ആയിട്ടോ അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടോ, അതാണ് ഫോസ്ഫോറസെൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഫ്ലൂറസെൻസ് ഉപയോഗിച്ച് പിന്നെ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനെയാണ് ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഫ്ലൂറസെൻസ് ഈസ് ദ എമിഷൻ ഓഫ് ലൈറ്റ് ബൈ എ സബ്സ്റ്റൻസ് that has absorbed light or other electromagnetic radiation, while phosphorescence is a type of photoluminescence related to fluorescence. അപ്പോൾ എന്താണ് ഫ്ലൂറസെൻസ് എന്ന് പറഞ്ഞാൽ എമിഷൻ ഓഫ് ലൈറ്റ് ബൈ എ സബ്സ്റ്റൻസ് ദാറ്റ് ഹാസ് അബ്സോർബ്ഡ് ലൈറ്റ്.
or electromagnetic radiation. എന്നാൽ phosphorescence എന്ന് പറഞ്ഞാൽ it's a type of photoluminescence. Unlike fluorescence, phosphorescent material does not immediately re-emit the radiation. ഫ്ലൂറസെൻസ് പോലെയല്ല ഫോസ്ഫോറസെൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് തന്നെ റീഎമിറ്റ് ചെയ്യത്തില്ല. The fluorescent microscope was devised in the early part of the 20th century. 20th സെഞ്ചുറിയുടെ തുടക്കത്തിലാണ് അത് ഡിസ്കവർ ചെയ്തത് ബൈ ഓഗസ്റ്റ് കോളർ, കാറൽ റിച്ചർഡ് ആൻഡ് ഹെൻറിച്ച് ലേമാൻ എമംഗ് അതേഴ്സ്. മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ് ഓഗസ്റ്റ് കോളർ, കാർലർ റിച്ചർഡ് ആൻഡ് ഹെൻറിച്ച് ലേമാൻ, ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചവർ. ഇനി എന്താണ് ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിൾ? മോസ്റ്റ് cellular components are colorless and cannot be clearly distinguished under microscope. ഇത് ഒന്നും തന്നെ ഇതിനകത്തുള്ള സെൽ സ്ട്രക്ചേഴ്സ് ഒന്നും തന്നെ കളേർഡ് അല്ല. അപ്പം നമ്മളൊരു ഫ്ലൂറസെൻസ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു കളർ കൊടുത്ത് നമ്മളത് ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം മിക്കവാറും ഒരു സെല്ലുലാർ കമ്പോണൻസും കളേർഡ് അല്ല, കളർലെസ് ആണ് എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ടും പറ്റത്തില്ല. ദ ബേസിക് പ്രെമിസ് ഓഫ് ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പി ഈസ് ടു സ്റ്റെയിൻ ദ കമ്പോണൻസ് വിത്ത് ഡൈസ്. അപ്പോൾ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ അതാണ്, അതിനെ സ്റ്റെയിൻ ചെയ്യിക്കുക, ഈ കളർലെസ് ആയിട്ടുള്ളതിനെ സ്റ്റെയിൻ ചെയ്ത് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്ലൂറസെന്റ് ഡൈ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഡൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫ്ലൂറസെന്റ് ഡൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓൾസോ നോൺ ആസ് fluorophore or fluorochrome are molecules that absorb excitation light at a given wavelength, generally UV, and after a short delay emit light at a longer wavelength. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലൂറസെന്റ് ഡൈസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനെ ആ ഫ്ലൂറസെന്റ് ഡൈസിനെ നമ്മൾ ഫ്ലൂറോഫോർ അല്ലെങ്കിൽ ഫ്ലൂറോക്രോംസ് എന്നൊക്കെ പറയും. അപ്പം ഇതിന്റെ പ്രത്യേകത, ഫ്ലൂറോഫോഴ്സിന്റെ അല്ലെങ്കിൽ ഫ്ലൂറോക്രോംസിന്റെ പ്രത്യേകത, ദേ ആർ മോളിക്യൂൾസ് ദാറ്റ് അബ്സോർബ് എക്സൈറ്റേഷൻ ലൈറ്റ്. എക്സൈറ്റേഷൻ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന, എക്സൈറ്റഡ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന മോളിക്യൂൾസ് ആണ് അറ്റ് എ ഗിവൺ വേവ് ലെങ്ത്. ആൻഡ് ആഫ്റ്റർ എ ഷോർട്ട് ഡിലേ emit light at a longer wavelength. അത് എക്സൈറ്റേഷൻ ലൈറ്റ്, ഒരു പർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള എക്സൈറ്റേഷൻ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് അത് എമിറ്റ് ലൈറ്റ് അറ്റ് എ ലോങ്ങർ വേവ് ലെങ്ത്. ലോങ്ങർ വേവ് ലെങ്തിലുള്ള ലൈറ്റ് അത് എമിറ്റ് ചെയ്യും. The delay between absorption and emission is negligible, generally on the order of nanoseconds. അപ്പോൾ ഒരു ആദ്യം അത് എക്സൈറ്റഡ് ഒരു പർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള, ജനറലി യു വി ലൈറ്റിൻ്റെ ഒക്കെ വേവ് ലെങ്തിലുള്ള ഇതിനെ അബ്സോർബ് ചെയ്ത് ഒരു ചെറിയ ഡിലേക്ക് ശേഷമാണ് അത് എമിറ്റ് ചെയ്യുന്നത്. ആ ഒരു ഡിലേ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഇതൊന്നുമല്ല, ഒരു നെഗ്ലിജിബിൾ ഇതേ ഉള്ളൂ, അതായത് നാനോ സെക്കൻഡ്സേ ഉള്ളൂ. The emission light can then be filtered from the excitation light to reveal the location of fluorophore. ഈ എമിറ്റഡ് ലൈറ്റിനെ പിന്നെ അത് പിന്നെ ഫിൽട്ടർ ചെയ്ത് ആണ് ടു റിവീൽ ദ ലൊക്കേഷൻ ഓഫ് ദ ഫ്ലൂറോഫോർ. ഇതാണ് ഒരു ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പിൻ്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഡിറ്റക്ടർ, സ്പെസിമെന്. ഇത് ലൈറ്റ് സോഴ്സ് ആണ്. ലൈറ്റ് സോഴ്സിൽ നിന്ന് ഫിൽറ്റർ വെച്ചിട്ടുണ്ട്, എമിഷൻ ഫിൽറ്റർ. അതൊരു മിററിൽ കൂടെ പാസ് ചെയ്യുന്നു, ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടെ വരുന്നു, സ്പെസിമെനിൽ വന്നത് ഫോക്കസ് ചെയ്യുന്നു, അത് വീണ്ടും റീഎമിറ്റ് ചെയ്തിട്ട് ലൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതായിട്ടുള്ള കളേർഡ് ആയിട്ടുള്ള ഇമേജ് ഫോം ചെയ്യും. അപ്പം അതിൻ്റെ പ്രിൻസിപ്പിൾ അതിനെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം എന്താണെന്ന്. ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പി യൂസസ് എ മച്ച് ഹയർ ഇൻറ്റൻസിറ്റി ലൈറ്റ് ടു ഇലൂമിനേറ്റ് ദ സാമ്പിൾ. ഹയർ ഇൻറ്റൻസിറ്റി ലൈറ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ടു ഇലൂമിനേറ്റ് ദ സാമ്പിൾ. This light excites fluorescent species in the sample, which then emits light of longer wavelength. This light
excites fluorescent specimens, fluorescent species excited ആയി, which then emits light of a longer wavelength. Longer wavelength ലുള്ള light ആണ് അത് re-emit ചെയ്യുന്നത്. The image produced is based on the second light source or the emission wavelength of the fluorescent species rather than from the light originally used to illuminate and excite the sample. The image produced is based on the second light source. Second light source ne base ചെയ്തിട്ടാണ് അവിടെ image form ചെയ്യുന്നത്. ഇതിന്റെ working. The light of the excitation wavelength is focused on the specimen through the objective lens. Excitation wavelengthil നിന്ന് ഉണ്ടാകുന്ന ലൈറ്റ് അതിനെ നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടെ ഫോക്കസ് ചെയ്യുന്നു, സ്പെസിമെനിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. The fluorescence emitted by the specimen is focused on the detector. നമ്മൾ ആ പടത്തിൽ നമുക്കത് കാണാം. ദാ ഇവിടെ ഒരു ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് വരുന്ന എക്സൈറ്റഡ് ലൈറ്റ് ഡിറ്റക്ടറിൽ വരുന്നു. ലൈറ്റ് ഓഫ് ദ എക്സൈറ്റേഷൻ വേവ് ലെങ്ത് ഈസ് ഫോക്കസ്ഡ്. ആ ഫിൽറ്ററിൽ കൂടെ കടന്നു വരുന്ന ലൈറ്റ് എവിടേക്ക് വരുന്നു? സ്പെസിമെനിലേക്ക് വരുന്നു. ത്രൂ ദ ഒബ്ജക്റ്റീവ് ലെൻസ്. ത്രൂ ദ ഒബ്ജക്റ്റീവ് ലെൻസ്. ഇതാണ് ലൈറ്റ് സോഴ്സ്. ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് എവിടേക്ക് വരുന്നു? ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടെ സ്പെസിമെനിലേക്ക് വരുന്നു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? ദ ഫ്ലൂറസെൻസ് എമിറ്റഡ് ബൈ ദ സ്പെസിമെൻ ഈസ് ഫോക്കസ്ഡ് ഓൺ ദ ഡിറ്റക്ടർ ബൈ ദ ഒബ്ജക്റ്റീവ്. ഇവിടെ നിന്നുണ്ടാകുന്ന ഈ സ്പെസിമെനിൽ നിന്ന് ഉണ്ടാകുന്ന ഫ്ലൂറസെൻസ് അത് വീണ്ടും ഒബ്ജക്റ്റീവിൽ കൂടെ തന്നെ, അതൊരു മിററിൽ കൂടെയൊക്കെ പാസ് ചെയ്യും, ഒരു എമിഷൻ ഫിൽറ്ററിൽ കൂടെയൊക്കെ പാസ് ചെയ്യും. ഇവിടെ ഇത് കാണാം, ഇവിടെ ഒരു എമിഷൻ ഫിൽറ്റർ ഉണ്ട്. ആ എമിഷൻ ഫിൽറ്ററിൽ കൂടിയൊക്കെ അത് പാസ് ചെയ്തിട്ട് അത് എവിടേക്ക് വരുന്നു? ഒരു ഡിറ്റക്ടറിലേക്ക് വരുന്നു. The fluorescence emitted by the specimen is focused on the detector. ഡിറ്റക്ടറിലേക്ക് വരുന്നു by the objective. Since most of the excitation light is transmitted through the specimen, only reflected excitatory light reaches the objective together with the emitted light. എന്നാൽ കൂടുതലും excited light, since most of the excitation light is transmitted through the specimen, അങ്ങ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, എക്സൈറ്റേഷൻ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള എക്സൈറ്ററി ലൈറ്റ് ഒബ്ജക്റ്റീവിലേക്ക് വരുന്നു ടുഗദർ വിത്ത് ദ എമിറ്റഡ് ലൈറ്റ്. എമിറ്റഡ് ലൈറ്റിന്റെ കൂട്ടത്തിൽ എക്സൈറ്റഡ് ലൈറ്റും വരുന്നു. The fluorescent microscope refers to any microscope that uses the fluorescence to generate an image. ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ്, ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തിനേയും നമുക്ക് ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ് എന്ന് പറയാം. വെദർ ഇറ്റ് ഈസ് മോർ സിമ്പിൾ സെറ്റപ്പ് ലൈക്ക് ആൻ എപ്പി ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ് or more complicated designs such as confocal microscope. അപ്പോൾ confocal microscope, എപ്പിഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ്, അങ്ങനെ ഏത് മൈക്രോസ്കോപ്പിലും ഫ്ലൂറസെൻസ് എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അതിനെ നമുക്ക് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് എന്ന് പറയാൻ പറ്റുന്നതാണ്. വിച്ച് യൂസ് ഒപ്റ്റിക്കൽ സെക്ഷനിങ് ടു ഗെറ്റ് ബെറ്റർ റെസല്യൂഷൻ ഓഫ് ദ ഫ്ലൂറസെന്റ് ഇമേജ്. Most of the fluorescent microscope in use are epifluorescent microscope. നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിൽ കൂടുതലും ഏത് ടൈപ്പിൽ വരുന്നതാണ്? എപ്പിഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പിൽ വരുന്നതാണ്. വെയർ എക്സൈറ്റേഷൻ ഓഫ് ദ ഫ്ലൂറോഫോർ and detection of the fluorescence are done through the same light path. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫ്ലൂറോഫോറിന്റെ എക്സൈറ്റേഷനും ഫ്ലൂറസെൻസിന്റെ ഡിറ്റക്ഷനും ഇതെല്ലാം ഒരേ പാത്തിൽ, ഒരേ ലൈറ്റ് പാത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് ഒരേ ഒബ്ജക്റ്റീവിൽ കൂടെ, നമ്മൾ ആ പടത്തിൽ കണ്ടതാണ്, ഒരേ ഒബ്ജക്റ്റീവിൽ കൂടെയാണ് ലൈറ്റ് പാസ് ചെയ്യുന്നതും എമിറ്റഡ് ആയിട്ടുള്ള ലൈറ്റും പാസ് ചെയ്യുന്നതും ഒരേ ഒബ്ജക്റ്റീവിൽ തന്നെയാണ്. ഇതാണ് ഒരു ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പിന്റെ പിക്ചർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതേപോലെയുള്ള ഫ്ലൂറസെന്റ് ആയിട്ടുള്ള ഇമേജസ് ആണ് നമ്മളിവിടെ
നമുക്ക് കാണാൻ സാധിക്കുന്നത്. Then what are the components of a fluorescent microscope? The typical components of a fluorescent microscope are fluorescent dye. അതാണ് അവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. ഫ്ലൂറോഫോർ അല്ലെങ്കിൽ ഫ്ലൂറോക്രോം എന്നൊക്കെ നമ്മൾ പറഞ്ഞ. A fluorophore is a fluorescent chemical compound that can re-emit light upon light excitation. Light excitation അനുസരിച്ച് ഒരു പിന്നെ ലൈറ്റിനെ റീഎമിറ്റ് ചെയ്യാൻ പറ്റുന്ന കെമിക്കൽസ് ആണ്. അങ്ങനെയുള്ള കെമിക്കൽസിനെയാണ് നമ്മൾ ഫ്ലൂറോഫോർ എന്ന് വിളിക്കുന്നത്. Fluorophores typically contain several combined aromatic group or plain or cyclic molecule with several bonds. Fluorophones typically contain several aromatic ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സൈക്ലിക് മോളിക്യൂൾസ്, പ്ലെയിൻ മോളിക്യൂൾസ് ഒക്കെ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് ഫ്ലൂറോഫോർ എന്ന് നമ്മൾ പറയുന്നത്. Many fluorescent stain have been designed for a range of biological molecules. ഇത്രയും fluorescent stains ഡിസൈൻ ചെയ്തിട്ടുണ്ട്. Some of these molecules that are intrinsically fluorescent and bind a biological molecule of interest. അങ്ങനെയുള്ള മോളിക്യൂൾസിന് എക്സാമ്പിൾസ് ആണ്. Most major examples of these are nucleic acid stain. DNA ഒക്കെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന DAPI, പിന്നെ ഹോഷെറ്റ്, ഇതൊക്കെ ഒരു ബ്ലൂ കളറിലുള്ള ഫ്ലൂറസൻസ് തരുന്ന ഡൈസ് ആണ്. DAPI ഒക്കെ DNA സ്പെസിഫിക് സ്റ്റെയിൻസ് ആണ്. അതുപോലെ തന്നെ ഹോഷ്, പിന്നെ ഫെലോയിഡിൻ വിച്ച് ഈസ് യൂസ് ടു ഇത് ആക്റ്റിൻ ഫൈബേഴ്സ് ഒക്കെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫലോയിഡിൻ. ഇത് ആക്റ്റിൻ ഫൈബേഴ്സ് ഇൻ ദ മമേലിയൻ സെൽ. ഇതൊക്കെ ഇത് രണ്ടും ബ്ലൂ കളറിലുള്ള ഫ്ലൂറസൻസ് തരുന്നതാണ് DAPI, ഹോഷെറ്റ് ഇതൊക്കെ. നെക്സ്റ്റ് ലൈറ്റ് സോഴ്സ്. 4 മെയിൻ ടൈപ്പ് ഓഫ് ലൈറ്റ് സോഴ്സ് ആർ യൂസ്ഡ്. ഇവിടെ നമ്മൾ 4 ടൈപ്പ് ഓഫ് ലൈറ്റ് സോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡിങ് സിനോൺ ആർക്ക് ലാമ്പ് or mercury vapor lamp with an excitation filter, lasers and high power LED. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന 4 തരം ലൈറ്റ് സോഴ്സുകളാണ് സിനോൺ, ആർക്ക് ലാമ്പ്, മെർക്കുറി വേപ്പർ ലാമ്പ്. എക്സൈറ്റേഷൻ ഫിൽറ്റർ ഉള്ളതാണ് ഇത് രണ്ടിൻ്റെയും കേസിൽ. അതുപോലെ തന്നെ ലേസേഴ്സ്, പിന്നെ ഹൈ പവർ LED. Lasers are mostly used for complex fluorescence microscopy technique. Lasers ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിക് ടെക്നിക്കിലൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. വൈൽ സിനോൺ ലാമ്പ് ആൻഡ് മെർക്കുറി ലാമ്പ് ആൻഡ് LED വിത്ത് ഡൈകോറിക് എക്സൈറ്റേഷൻ ഫിൽറ്റർ ആർ കോമൺലി യൂസ്ഡ് ഫോർ വൈറ്റ് ഫീൽഡ് എപ്പിഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എപ്പിഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ഇതാണ് സെനോൺ ലാമ്പ് അല്ലെങ്കിൽ മെർക്കുറി ലാമ്പ്, LED. അതിൻ്റെ പ്രത്യേകത, അതിനകത്ത് ഒരു ഡൈകോറിക് എക്സൈറ്റേഷൻ, നമ്മൾ ആ പടത്തിൽ ഡൈകോറിക് മിററിനെ കാണിക്കുന്നുണ്ട്. ആ ഡൈകോറിക് എക്സൈറ്റേഷൻ ഫിൽറ്റർ വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഡൈകോറിക് മിറർ. എ ഡൈകോറിക് filter or thin film filter is very accurate color filter used to selectively pass light of small range of colors while reflecting other colors. Dichoric mirror-ന്റെ പ്രത്യേകത അതാണ്. അത് ഒരു തിൻ ഫിൽട്ടർ ആണ്. അതിൻ്റെ പ്രത്യേകത അത് സെലക്റ്റീവായിട്ട് സ്മോൾ റേഞ്ചിലുള്ള ലൈറ്റിനെ മാത്രമേ പാസ് ചെയ്യത്തുള്ളൂ. വൈൽ റിഫ്ലക്റ്റിംഗ് അതർ കളേഴ്സ്, ബാക്കിയുള്ള കളേഴ്സിനെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇറ്റ് സെലക്റ്റീവ്ലി പാസ് ലൈറ്റ് ഓഫ് സ്മോൾ റേഞ്ച്. അടുത്തത് എമിഷൻ ഫിൽറ്റർ. ദ എമിറ്റർ ഈസ് ടിപ്പിക്കലി എ ബാൻഡ് പാസ് ഫിൽറ്റർ ദാറ്റ് പാസസ് ഓൺലി ദ വേവ് ലെങ്ത് എമിറ്റഡ് ബൈ ദ ഫ്ലൂറോഫോർ. എമിഷൻ ഫിൽറ്ററിന്റെ പ്രത്യേകത ഏതാണ്? അത് പിന്നെ ഈ ഫ്ലൂറോഫോറിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലൂറോഫോർ എമിറ്റ് ചെയ്യുന്ന വേവ് ലെങ്തിലുള്ള ഇതിനെ മാത്രമേ അതിനകത്തോട്ട് പാസ് ചെയ്യത്തുള്ളൂ. ഇറ്റ് ടിപ്പിക്കലി പാസ് only the wavelengths emitted by the fluorophore, and also it block all undesired light outside this band. ആ ബാൻഡിന് പുറത്തുള്ള ഇതിനെ എല്ലാം
അങ്ങനെയുള്ള എല്ലാ അൺഡിസയേർഡ് ആയിട്ടുള്ള വേണ്ടാത്തതായ എല്ലാത്തിനെയും അതങ്ങ് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. എസ്പെഷ്യലി എക്സൈറ്റേഷൻ ലൈറ്റ്. ബൈ ബ്ലോക്കിംഗ് അൺവാണ്ടഡ് excitation energy including UV and infrared or sample and system, autofluorescence optical filters ensures the darkest background. ആ പടത്തിലെല്ലാം നമ്മൾ കാണുന്നുണ്ട് ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ പിക്ചർ ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിന് കാരണം ഇങ്ങനെയാണ്. ഇങ്ങനെയൊരു വേണ്ടാത്തതായിട്ടുള്ള അങ്ങനെയുള്ള അത് എന്ന് പറയുന്നത് UV ഇൻഫ്രാറെഡ് അതിനെയെല്ലാം ഇതങ്ങ് ബ്ലോക്ക് ചെയ്യുന്നത് കാരണം ഇറ്റ് system autofluorescence optical fibers and ensure darkest background. ഒരു ഡാർക്കർ ബാക്ക്ഗ്രൗണ്ട് നമുക്കവിടെ കിട്ടും. ഇനി എന്തൊക്കെയാണ് ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പിന്റെ ആപ്ലിക്കേഷൻസ്? ടു ഐഡന്റിഫൈ സ്ട്രക്ചേഴ്സ് ഇൻ ഫിക്സ്ഡ് ആൻഡ് ലൈവ് ബയോളജിക്കൽ സാമ്പിൾ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ഒരു ലിമിറ്റേഷൻ ആയിരുന്നു ലൈവ് ആയിട്ടുള്ള സ്പെസിമെൻ നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വി ക്യാൻ ഒബ്സർവ് ഫിക്സ്ഡ് ലൈവ് ബയോളജിക്കൽ സാമ്പിൾ. Fluorescence microscopy is common tool for today's life science research because it allows the use of multicolor staining. പല തരത്തിലുള്ള സ്റ്റെയിനിങ്, ലേബലിംഗ് ഓഫ് സ്ട്രക്ചേഴ്സ് വിത്തിൻ സെൽസിനകത്ത് തന്നെ നമുക്ക് ലേബൽ ചെയ്യത്തക്ക രീതിയിൽ ആൻഡ് ദ മെഷർമെൻറ്റ് ഓഫ് ഫിസിയോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് സെൽ സൈസ് ഒക്കെ കണ്ടുപിടിക്കാൻ ഒക്കെ ഇത് പറ്റും. അഡ്വാൻറ്റേജസ്: fluorescent microscopy is the most popular method for studying the dynamic behavior exhibited in live cell imaging. ലൈവ് സെൽ ഇമേജിങ്ങിൽ ഏറ്റവും ഇതായിട്ടുള്ളതാണ് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡാണ്. ദിസ് സ്റ്റെംസ് for its ability to isolate individual proteins with a high degree of specificity amidst non-fluorescing material. Isolate individual proteins ഒക്കെ isolate ചെയ്യാനായിട്ട് the sensitivity is high enough to detect as few as 50 molecules per cubic micrometer. Different molecules can now be stained with different colors, allowing multi-type of the molecule to be tracked simultaneously. പല തരത്തിലുള്ള കളേഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റും. These factors combine to give fluorescence microscopy a clear advantage over other optical imaging technique. ഇനി നമുക്ക് സ്റ്റെയിൻ ചെയ്ത് അത് ഒബ്സർവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇനി ഇതുകൊണ്ടുള്ള ലിമിറ്റേഷൻസ്, ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഫ്ലൂറോഫോർ ലൂസ് ദെയർ എബിലിറ്റി ടു ഫ്ലൂറസ് ആസ് ദേ ആർ ഇലൂമിനേറ്റഡ് ഇൻ എ പ്രോസസ് കോൾഡ് ഫോട്ടോ ബ്ലീച്ചിങ്. ഫോട്ടോ ബ്ലീച്ചിങ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്ലൂറോഫോറിന് ഒരു പ്രശ്നമുണ്ട്. ദേ ലൂസ് ദെയർ എബിലിറ്റി ടു ഫ്ലൂറസ്. Photo bleaching occurs as the fluorescent molecule accumulate chemical damage from the electrons excited. ഈ ഫോട്ടോ ബ്ലീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്തുവാണ് അത്, അല്ലെങ്കിൽ അത് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഫ്ലൂറസെൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് ദേ അക്യുമുലേറ്റ് കെമിക്കൽ, ഈ ഇതിൽ നിന്ന് എക്സൈറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ്, ഫ്ലൂറസെൻസ് നടക്കുന്ന സമയത്ത് എക്സൈറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ചില കെമിക്കൽസിനെ അക്യുമുലേറ്റ് ചെയ്യിപ്പിക്കും. ആ കെമിക്കൽസ് ഇതിനെ ഡാമേജ് ചെയ്യുന്നു. അതിനെയാണ് ഫോട്ടോ ബ്ലീച്ചിങ് എന്ന് പറയുന്നത്. Cells are susceptible to phototoxicity, particularly with short wavelength light. Cells highly sensitive ആണ്, അല്ലെങ്കിൽ ഭയങ്കര സസെപ്റ്റിബിൾ ആണ് phototoxicity. Furthermore, fluorescent molecule have a tendency to generate reactive chemical species when under illumination, which enhances the phototoxic image. Unlike transmitted and reflected light microscopic technique, fluorescent microscopy only allow observation of specific structures which have been labeled. എല്ലാ ഇതും നമുക്ക് ഇതിനകത്ത് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റത്തില്ല. സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് മാത്രമാണ് നമുക്ക് ഇതുകൊണ്ട് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ആണ്. ഇനി അടുത്തതാണ് confocal microscopy. The concept of confocal microscopy was initially developed by Marvin Minsky in 1950 at Harvard University with an aim of viewing the
neural network without staining the tissue, but it did not bear fruit due to the lack of enough light source and a computerized system to store the large data. അപ്പോൾ അദ്ദേഹം ഇത് ചെയ്യാൻ ശ്രമിച്ചത് ഒരു സ്റ്റെയിൻ ചെയ്യാതെ ഇതിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ന്യൂറൽ നെറ്റ്വർക്ക് വിത്തൗട്ട് സ്റ്റെയിനിങ് ദ ടിഷ്യൂസിനെ സ്റ്റെയിൻ ചെയ്യാതെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന ഒരു ടെക്നിക്കായിരുന്നു കൺഫോക്കൽ മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്, മാർവിൻ മിൻസ്കി. പക്ഷേ ഇനഫ് ലൈറ്റ് സോഴ്സ് ഒന്നും ഇല്ലായിരുന്നത് കൊണ്ടും ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നത് കൊണ്ടും അത് അത്ര ഫലം കണ്ടില്ല. The work was later adapted by David Eger M. and Mochmir Petran, forming a multiple beam confocal microscope in the late 1960s. അപ്പോൾ അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. പിന്നെ അതിനുശേഷം ഡേവിഡ് ഈഗർ ആൻഡ് മോച്ച്മിർ പെട്രാൻ അവര് ഒരു മൾട്ടിപ്പിൾ ബീം കൺഫോക്കൽ മൈക്രോസ്കോപ്പി കണ്ടുപിടിക്കുന്നു 1960. They used a spinning disc known as NIPCO, which they used to examine brain tissues and ganglion cells that were unstained. ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന അദ്ദേഹം ന്യൂറൽ സെൽസ് സ്റ്റഡി ചെയ്യാനായിരുന്നു ആദ്യം ശ്രമിച്ചത്. ഇവര് ഒരു മൾട്ടിപ്പിൾ ബീം കൺഫോക്കൽ മൈക്രോസ്കോപ്പ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് സ്പിന്നിങ് ഡിസ്ക് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ആ സ്പിന്നിങ് ഡിസ്കിനെ പറയുന്നത് നിപ്കോ എന്നാണ് പറയുന്നത്. അതുപയോഗിച്ച് അവർ ബ്രെയിൻ ടിഷ്യൂസും ഗാംഗ്ലിയോൺ സെൽസും ഒക്കെ അൺസ്റ്റെയിൻഡ് ആയിട്ട് കണ്ടു. The technique was later modified and published by Eger, forming a mechanical scanned confocal laser microscope that was able to visualize the image of cells. Later development in science, including the development of computer and laser technology and digital manipulation of images using grew the advances in confocal microscopy. അപ്പോൾ കൺഫോക്കൽ മൈക്രോസ്കോപ്പിയുടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഡെവലപ്മെൻറ്റ്, ലേസർ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റോടൊക്കെ കൂടിയാണ്. ബൈ എ സീരീസ് ഓഫ് സയൻറ്റിസ്റ്റ് ഇൻക്ലൂഡിംഗ് ജി ഫ്രെഡ് ബെർക്കോഫ് ഇൻ 1979 ആൻഡ് കോളിൻ ഷെപ്പാർഡ്, ടോണി വിൽസൺ, ബ്രാഡ് ആമോസ് ആൻഡ് ജോൺ വൈറ്റ്. അപ്പോൾ ഈ പറഞ്ഞ ഇവരെല്ലാമാണ് കൺഫോക്കൽ മൈക്രോസ്കോപ്പിയുടെ ഇൻവെൻഷന് ഇതിൽ പുറകിലുള്ള സയൻറ്റിസ്റ്റുകൾ. ഇവരെല്ലാം കൂടിയാണ് കൺഫോക്കൽ മൈക്രോസ്കോപ്പിയുടെ ഡിസ്കവറിയിലേക്ക് വരുന്നത്. The first commercial confocal microscope was developed in 1987 with improved optics and electronics, powerful lasers with high scanning efficiency. അപ്പം ലേസർ, കമ്പ്യൂട്ടർ ഇതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റോട് കൂടിയാണ് ഇതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇംപ്രൂവ്ഡ് ഒപ്റ്റിക്സ്, പവർഫുൾ ലേസേഴ്സ് ഒക്കെ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ദ മോഡേൺ കൺഫോക്കൽ മൈക്രോസ്കോപ്പ് ഹാസ് ഓൾ ദ പോസിബിൾ ഇൻറ്റഗ്രേഷൻ of technology and mechanical components, including optical components, which perform the primary function of the configuration by use of electronic detectors, a computer and laser system. അപ്പോൾ കമ്പ്യൂട്ടർ, ലേസർ സിസ്റ്റം ഇതൊക്കെയാണ് ഇവിടെ ഇതായിട്ട് യൂസ് ചെയ്യുന്നത്. The functioning of confocal microscope is a collective role of all its components to produce an electronic image. To date, the microscopes have been used to investigate molecules, microbial cell and tissues. ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള മൈക്രോബിയൽ സെൽസ് വരെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്ന ടൈപ്പാണ് കൺഫോക്കൽ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ഉള്ള പ്രത്യേകത, ഇപ്പം ടെമ്മും സെമ്മും ഫ്ലൂറസൻസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഇമേജ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലാണ്. അതാണ് ഇതിൻ്റെ എല്ലാം ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. Normally, a conventional microscope use different wavelength from a light source to visualize and illuminate a larger area of specimen, forming fuzzy, murky and crowded image.
because cell sample images are captured from all directions without a focal point. അപ്പോൾ ഒരു സാധാരണ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് വേവ് ലെങ്തിലുള്ള പല വേവ് ലെങ്തിലുള്ള ലൈറ്റ് സോഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഇമേജ് ഫസി ക്രൗഡഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് അങ്ങനെയുള്ളിടത്ത് കിട്ടുന്നത്. എന്നാൽ ടു അവോയ്ഡ് ദീസ് ഇഷ്യൂസ് എ കൺഫോക്കൽ മൈക്രോസ്കോപ്പ് ഈസ് യൂസ്ഡ്. അപ്പം നമുക്ക് അവിടെ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് വേവ് ലെങ്തിലുള്ള ഇത് നമ്മൾ യൂസ് ചെയ്യും, ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കൺഫോക്കൽ മൈക്രോസ്കോപ്പ് കൊണ്ടുവരുന്നത് തന്നെ. ഇൻ ഫീൽഡ് ഓർ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് ദ ഹോൾ സ്പെസിമെൻ റിസീവ്സ് ലൈറ്റ് receiving complete excitement and emitting light which is detected by photo detector on the microscope. However, with confocal microscope, point illumination is the principal working mechanism. ഒരു ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ സ്പെസിമെനും അവിടെ നമ്മൾ ഫ്ലൂറസ് ചെയ്ത് ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു കൺഫോക്കൽ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഒരു പോയിന്റ് ഇലൂമിനേഷൻ ആണ്. ഏത് പർട്ടിക്കുലർ പോയിന്റ് ആണോ നമുക്ക് സ്ട്രക്ചർ ആണോ നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടത് അതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. എ സ്പെസിമെൻ ഈസ് സ്റ്റെയിൻഡ് വിത്ത് ഫ്ലൂറോക്രോം ഈസ് എക്സാമിൻഡ്. ഇവിടെ നമ്മൾ സ്റ്റെയിൻ ചെയ്തിട്ടുള്ള സ്പെസിമെൻ ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. When a beam of light is focused at a particular point of the fluorochromatic specimen, it produces an illumination that is produced by the objective lens to a plane above the objectives. ഒരു ബീം ഓഫ് ലൈറ്റ് നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഫ്ലൂറോക്രോമാറ്റിക് സ്പെസിമെൻ അതിനെ നമ്മൾ ഓൾറെഡി സ്റ്റെയിൻഡ് ചെയ്തിരിക്കുന്ന ആ സ്പെസിമെനിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് പ്രൊഡ്യൂസ് ഇലൂമിനേഷൻ. ഒരു ഇലൂമിനേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതൊരു ഒബ്ജക്റ്റീവ് ലെൻസിലേക്ക് അത് ഫോക്കസ് ചെയ്യുന്നു. ദ ഒബ്ജക്റ്റീവ് ഹാസ് ആൻ അപ്പർച്ചർ on the focal plane located above it. മോളിലായിട്ട് ഇത് ചെയ്തിട്ടുള്ള ഒരു അപ്പർച്ചർ അതിന് കാണും, which primarily functions to block any stray light from reaching the specimen. അതിനെയെല്ലാം ബ്ലോക്ക് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു അപ്പർച്ചർ. A measure of illumination point is about 0.25 to 0.8 micrometer in diameter. Illumination അത് അവിടെ കിട്ടുന്ന determined by the objective numerical aperture and 0.5 to 1.5 micrometer deep with the brightest intensity. The specimen, the specimen normally lies between the camera lens and the perfect point of focus known as the plane of focus. നമ്മളിവിടെ നമ്മുടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ സ്പെസിമെൻ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ബിറ്റ്വീൻ ക്യാമറ ലെൻസിനും പിന്നെ പ്ലെയിൻ ഓഫ് ഫോക്കസിനും ഇടയിലായിട്ടാണ്. യൂസിങ് ദ ലേസർ ഫ്രം ദ മൈക്രോസ്കോപ്പ്, ദ ലേസർ സ്കാൻസ് ഓവർ എ പ്ലെയിൻ ഓൺ ദ സ്പെസിമെൻ. നമ്മളൊരു ലേസർ ഉപയോഗിച്ച് മൈക്രോസ്കോപ്പിൽ നിന്ന് വരുന്ന ലേസർ ഉപയോഗിച്ച് ലേസർ സ്കാൻസ് ഓവർ എ പ്ലെയിൻ സ്പെസിമെനെ സ്കാൻ ചെയ്തിട്ട് or by moving the stage. A detector then will measure the illumination producing an image of the optical section. പിന്നെ ഒരു ഡിറ്റക്ടർ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഇലൂമിനേഷൻ അത് മെഷർ ചെയ്യും. സ്കാനിങ് സെവറൽ ഒപ്റ്റിക്കൽ സെക്ഷൻസ്. ദേ ആർ കളക്റ്റഡ് ഇൻ എന്നിട്ട് അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നതെല്ലാം നമ്മളൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, ഫോമിങ് എ 3D ഇമേജ്. അവിടെ നമ്മളൊരു 3D ഇമേജ് ആയിട്ട് നമ്മളത് ഒബ്സർവ് ചെയ്യുന്നു. Its outcome is also favored by the aperture found above the objective. Images produced by the confocal microscope have a very good contrast and resolution capacity despite the thickness of the ഇവിടെ സ്പെസിമെൻ്റെ തിക്നെസ്സിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഏത് തിക്നെസ്സിലുള്ളതാണെങ്കിലും ഒരു കോൺട്രാസ്റ്റ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇമേജസ് ആർ സ്റ്റോർഡ് ഇൻ ഹൈ റെസല്യൂഷൻ. 3D ഇമേജ് നമുക്കിവിടെ കിട്ടുന്നു. The main characteristic of the confocal microscope is that it only detects
what is focused and anything outside the focus point appears black. എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അതാണ് ഇവിടെ ഒബ്സർവ് ചെയ്യുന്നത്. ഔട്ട് ഓഫ് ഫോക്കസിലുള്ളതൊക്കെ തന്നെയും എന്തായിട്ട് പോകും? ബ്ലാക്ക് ആയിട്ട് കാണും. ഇനി കൺഫോക്കൽ മൈക്രോസ്കോപ്പിന്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മെയിനായിട്ടും 8 പാർട്സ് ആണുള്ളത്. ഒബ്ജക്റ്റീവ് ലെൻസ്, ഔട്ട് ഓഫ് ഫോക്കസ് പ്ലെയിന്, ഇൻ ഫോക്കസ്, ബീം സ്പ്ലിറ്റർ, ഡിറ്റക്ടർ, കൺഫോക്കൽ പിൻ ഹോള്, ലേസർ, ഓസിലറേറ്റർ, മിറർ. ടൈപ്പ് ഓഫ് കൺഫോക്കൽ മൈക്രോസ്കോപ്പ്. കൺഫോക്കൽ മൈക്രോസ്കോപ്പ് എത്ര ടൈപ്പ് ഉണ്ട്? കൺഫോക്കൽ ലേസർ സ്കാനിങ് മൈക്രോസ്കോപ്പ്. എന്താണ് കൺഫോക്കൽ ലേസർ സ്കാനിങ് മൈക്രോസ്കോപ്പ്? CLSM എന്ന് പറയും. ഇറ്റ് യൂസ് several mirrors that scan along the x and y axis on the specimen. By scanning and de-scanning and the image pass through a pinhole into the detector. Confocal laser scanning microscope ന്റെ പ്രത്യേകത ഇതിനകത്ത് several mirrors നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. That scan along the x and y axis. ഇനി അടുത്തതാണ് spinning disc, also known as Nipkow disc, is a type of confocal microscope that use several movable apertures. Pinhole അതിന്റെ ഒരു പാർട്ടിൽ വരുന്നതാണ്. സ്പിന്നിംഗ് ഡിസ്ക് കൺഫോക്കൽ മൈക്രോസ്കോപ്പിന്റെ പ്രത്യേകത അതാണ്. സെവറൽ മൂവബിൾ അപ്പർച്ചേഴ്സ് അല്ലെങ്കിൽ പിൻ ഹോൾസ് അത് യൂസ് ചെയ്യുന്നുണ്ട്. ഓൺ എ ഡിസ്ക് to scan for spot of light in a parallel manner over a specified plane over a long period. The longer the time, the less excitation energy required for illumination as compared to the confocal laser scanning microscope. Less the excitation energy reduces. കുറച്ചിത് മാത്രമാണ് ഇവിടുന്ന് എക്സൈറ്റഡ് ആകുന്നത്. അതുകൊണ്ട് തന്നെ ഫോട്ടോ ടോക്സിസിറ്റി കുറവായിരിക്കും, ഫോട്ടോ ബ്ലീച്ചിങ്, ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു ഇമേജ് ലൈവ് സെൽ. ഇനി അടുത്ത ടൈപ്പാണ് ഡ്യുവൽ സ്പിന്നിംഗ് ഡിസ്ക് ഓർ മൈക്രോ ലെൻസ് എൻഹാൻസ്ഡ് കൺഫോക്കൽ മൈക്രോസ്കോപ്പ്. It was invented by Yokogawa Electric. It works similarly to the spinning disc, and the only difference is it has a second spinning disc with micro lens. ഒരു സ്പിന്നിംഗ് ഡിസ്ക് വർക്ക് ചെയ്യുന്നത് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. That contains the pinhole. The micro lens capture broad band of light focusing into each pinhole. ഇവിടെ മൈക്രോ ലെൻസ് ഒരു ബ്രോഡ് ബാൻഡ് ഓഫ് ലെൻസിനെ ഫോക്കസ് ചെയ്യുന്നു. എന്നിട്ട് ഓരോ പിൻഹോളിലേക്കും ഒരു ബ്രോഡ് ബാൻഡ് ഓഫ് ലൈറ്റിനെ ആയിരിക്കും അത് ഫോക്കസ് ചെയ്യുന്നത്. Programmable array microscope. This type of confocal microscope uses a spatial light modulator. Spatial light modulator, അതായത് an object that imposes some form of spatially varying modulation on a beam of light. പിന്നെ ഇതിനകത്ത് ഇതിന്റെ പ്രത്യേകത മൂവബിൾ അപ്പർച്ചേഴ്സ് ഉണ്ടാകും വിത്ത് array of pixels of opacity, reflexity, optical rotation. പിന്നെ SLM has micro electrochemical mirrors. ഇതിന്റെ പ്രത്യേകതയാണ് that capture the image by a charge coupled device camera. അങ്ങനെ അത്രയും ടൈപ്പ് കൺഫോക്കൽ മൈക്രോസ്കോപ്പുകളാണ് അവ യൂസ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് കൺഫോക്കൽ മൈക്രോസ്കോപ്പിന്റെ ആപ്ലിക്കേഷൻ? Used in a wide range of field including biomedical science, cell biology, genetics, microbiology, spectroscopy, nanoscience, ഇതിന്റെ ക്വാണ്ടം ഒപ്റ്റിക്സ് ഇതൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ബയോമെഡിക്കൽ സയൻസിൽ used in the analysis of eye corneal infection by quantifying and qualitatively analyzing the endothelial cells of the eye infections. Eye corneal infections ഒക്കെ സ്റ്റഡി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. Presence of fungal elements in the corneal stroma. കോർണിയയിലൊക്കെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് സ്റ്റഡി ചെയ്യാൻ, കെരാറ്റോമൈക്കോസിസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ
Pharmaceutical industries to ensure the maintenance of thin film pharmaceuticals, allowing the control of quality and uniformity of drug distribution. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിൽ ഇതിൻ്റെ യൂസസ് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ്, കൺഫോക്കൽ മൈക്രോസ്കോപ്പിയുടെ അഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് ഇറ്റ് ഇംപ്രൂവ്സ് ദ ഔട്ട്കം ഓഫ് ദ ഇമേജ്. വരുന്ന ഇമേജിൻ്റെ ഔട്ട്കം ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ബിക്കോസ് ഇറ്റ് അനലൈസ് ദ ഇമേജ് ഫ്രം വൺ ഒപ്റ്റിക്കൽ പോയിന്റ് ടു അനദർ. They have better resolution and each point of interest is visualized and captured. It can be used to study live and fixed cells. Live fixed cells നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. കളക്ട് സീരിയൽ ഒപ്റ്റിക്കൽ സെക്ഷൻസ്, പിന്നെ illuminates uniformly across the focus point. ഇനി അതിൻ്റെ limitations. They have a limited number of excitation wavelength with very nano band. Excitation wavelength limited ആയിട്ടുള്ള ഇതാണ്. Expensive ആണ്. They are expensive to produce. Ultraviolet rays used by the confocal microscope. Expensive to manufacture. പർച്ചേസ് ചെയ്യാനും മാനുഫാക്ചർ ചെയ്യാനും ഒക്കെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്. അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പുകളാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ്, കൺഫോക്കൽ മൈക്രോസ്കോപ്പ്. താങ്ക് യു.